മലർവാടി ടീൻ ഇന്ത്യ ലിറ്റിൽ സ്കോളർ 2024 സെക്കൻഡ് ലെവൽ എക്സാമിനേഷന് വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ഏതാണ്? ടാറ്റ മെമ്മോറിയൽ ആശുപത്രി, മുംബൈ. 33 വർഷത്തിന് ശേഷം പശ്ചിമഘട്ട മേഖലയിലെ പെരിയാർ മേഘമല നിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ വെള്ളിവരയൻ വിഭാഗത്തിൽപ്പെട്ട ചിത്രശലഭം. മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ്, സിൽവർ ലൈൻ. തമോ ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? എക്സ്പോസാറ്റ്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2023 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ മികച്ച കഥ അഥവാ നോവലിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? KV മോഹൻകുമാർ. ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ. പ്രഥമ PT തോമസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗഡ്ഗിൽ. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആഴാക്കുളം, തിരുവനന്തപുരം. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനികാഭ്യാസം ഏതാണ്? ഡെസേർട്ട് സൈക്ലോൺ. 2024 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ടത്? നേപ്പാൾ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രവർഗക്കാർ മാത്രം അഭിനയിക്കുന്ന സിനിമ ഏതാണ്? ദബാരി കുരുവി. പ്രൊഫസർ MK സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MD വാസുദേവൻ നായർ. UAE യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നയാദി. എല്ലാ വർഷവും ഭൂമിയുടെ ഭ്രമണ ദിനമായി എന്നാണ് ആഘോഷിക്കുന്നത്? ജനുവരി 8. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്ക് കപ്പൽ ഏതാണ്? MV ലീല നോർഫോക്ക്. 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച മലയാള ഗായകൻ ആരാണ്? യേശുദാസ്. 2024 ജനുവരിയിൽ രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരമായി 7 തവണ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ഇൻഡോർ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ആര്? ശ്വേത K സുഗതൻ. 2024 ജനുവരിയിൽ 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം? ആമസോൺ കാടുകൾ. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത ഭാരത്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? പ്രഭാവർമ്മ. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സാറ സിഫ്ര ഫ്രം ചെക്ക് റിപ്പബ്ലിക്.
അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാണ്? ജനുവരി 24. എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? പുന്നപ്ര തെക്ക്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം എന്തായിരുന്നു? നാരീശക്തി. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DS. ലിറ്റിൽ സ്കോളർ 2ാം ഘട്ടത്തിന്റെ പാർട്ട് 1 ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി കാണാൻ ശ്രമിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.